കോഴിക്കോട് മീഞ്ചന്തയിൽ CP മുസാഫർ അഹമ്മദ് പരാജയപ്പെട്ടിരിക്കുന്നു. LDFന്റെ മേയർ കാൻഡിഡേറ്റ് ആയിരുന്നു. ഷഹീദെ, അത് ബീന ഫിലിപ്പിന്റെ വാർഡ് മീഞ്ചന്ത. ഇപ്പോ മുസാഫർ അഹമ്മദ് മത്സരിച്ച വാർഡ് എനിക്ക് തോന്നുന്നു ഒരു ദുസ്വപ്നത്തിൽ പോലും LDF ഇതൊന്നും പ്രതീക്ഷിച്ചതല്ല. എന്ത് സംഭവിച്ചു എന്ന് വിലയിരുത്താറായോ? തീർച്ചയായും CPM-നെ സംബന്ധിച്ചിടത്തോളം LDF-നെ സംബന്ധിച്ചിടത്തോളം അപ്രതീക്ഷിതമായ ഒരു തിരിച്ചടിയാണ്. ഏറ്റവും പ്രധാനമായും നിലവിലുള്ള വാർഡുകളുടെ പരാജയമുണ്ട്. ഏറ്റവും പ്രധാനമായും മീഞ്ചന്തയിൽ CP മുസഫർ അഹമ്മദ് CPM-ന്റെ മേയർ സ്ഥാനാർത്ഥിയായിരുന്നു. CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമാണ്. ഈ മീഞ്ചന്ത BJP ആണ് നിലവിലെ സിറ്റിംഗ് കൗൺസിലറെങ്കിൽ പോലും പുതിയ വാർഡ് വിഭജനത്തിന് ശേഷം CPM-ന് സുന്ദരമായി ജയിക്കാൻ കഴിയുന്ന ഉറച്ച ആത്മവിശ്വാസത്തിലാണ് CP മുസഫർ അഹമ്മദ് മത്സരത്തിനിറങ്ങി. പക്ഷേ 166 വോട്ടിന് ഇപ്പോൾ കോൺഗ്രസിന്റെ UDF-ന്റെ സ്ഥാനാർത്ഥി CP അബൂബക്കർ അവിടെ വിജയിച്ചിരിക്കുന്നതാണ് പുറത്തു വരുന്ന വിവരങ്ങൾ. ആ വിവരം തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വളരെ അപ്രതീക്ഷിതമായ മുന്നേറ്റം UDF-ന് കോഴിക്കോട് കോർപ്പറേഷൻ ഉണ്ടാക്കാൻ സാധിച്ചിരിക്കുന്നു. അതായത് അരീക്കാട്, നല്ലളം, ചക്കുംകടവ്, പയ്യാനക്കൽ, ആഴ്ചവട്ടം, കുണ്ടായിത്തോട് തുടങ്ങിയ സ്ഥലങ്ങളിൽ അതായത് CPM-ന്റെ സിറ്റിംഗ് വാർഡുകൾ പിടിച്ചെടുക്കാൻ കഴിഞ്ഞിരിക്കുന്നു. ആഴ്ചവട്ടത്ത് സഫ്രീന അവിടെ UDF-ന്റെ 40 വർഷത്തെ കുത്തക അവസാനിപ്പിച്ചാണ് ഭരണം പിടിച്ചത്. അതെ, വളരെ സന്തോഷമുണ്ട്. തുടക്കത്തിലെ എന്തായാലും വിജയം ഉറപ്പിച്ചതായിരുന്നു. കൂട്ടമായിട്ടുള്ള 40 വർഷത്തെ CPM ഭരിച്ച സ്ഥലമാണ്. അട്ടിമറിക്കാൻ കഴിഞ്ഞു. തീർത്തും നമ്മുടെ പ്രവർത്തനം തന്നെ, കൂട്ടായ പ്രവർത്തനത്തിലൂടെ നമ്മളത് തിരിച്ചെടുത്തു. കഴിഞ്ഞ പ്രാവശ്യം 28 വോട്ടിന് ഞാൻ തോറ്റതാ ആ വാർഡിൽ. അതുപോലെ അപരണം നിർത്തിയിട്ട് ഇപ്രാവശ്യം നമ്മളത് പിടിച്ചെടുത്തു. ആഴ്ചവട്ടം മാത്രമല്ല, ഈ അരീക്കാട്, നല്ലളം, ചക്കുകടവ്, പയ്യാനക്കൽ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങൾ, കുണ്ടായിത്തോട് ഉൾപ്പെടെ സ്ഥലങ്ങൾ ഇപ്പോൾ നിങ്ങൾ തിരിച്ചു പിടിച്ചിരിക്കുകയാണ് UDF. ഒരുപാട് തിരിച്ചു. കാരണം ഒരു ഭരണമാറ്റം എന്നുള്ള ജനങ്ങളെ മൊത്തമായിട്ട് ഇതിലുണ്ട്. അത് ആരാണോ അവിടെ ലീഡ് ചെയ്യുന്നത് അപ്പോൾ അവരെ വിജയിപ്പിക്കുക. ചിലർക്ക് BJP-ക്ക് ആയതുകൊണ്ട് BJP-നെ വിജയിപ്പിച്ച്. വാർഡ് പുനർവിഭജനം ഒന്നും ഇവരെ സഹായിച്ചില്ല. പക്ഷെ കുറച്ചും കൂടി ആകുമായിരുന്നു. വാർഡ് പുനർവിഭജനം നടന്നില്ല UDF-ന്റെ നില അതിനും മെച്ചപ്പെടുമായിരുന്നു. ചാലപ്പുറമൊക്കെ നഷ്ടപ്പെടാനുള്ള കാരണം വാർഡ് പുനർവിഭജനം കൊണ്ടാണ്. അല്ലെങ്കിൽ ഇതിനേറെ ഒറ്റയ്ക്ക് തന്നെ കോൺഗ്രസിനും UDF-നും ഭൂരിപക്ഷം ഉണ്ടാകുമായിരുന്നു. വലിയ ആഹ്ലാദത്തിലും ആത്മവിശ്വാസത്തിലുമാണ് UDF ക്യാമ്പുകൾ. അതായത് ഈ വാർഡിന്റെ എണ്ണം വെച്ച് നോക്കുകയാണെങ്കിൽ